ശ്രീ പ്രിന്റു മഹാദേവ്, ഇവിടെ എന്തെല്ലാം കാര്യങ്ങളാണ് ബി ജെ പിക്ക് അനുകൂലമായത് എന്നുള്ളത് വ്യക്തമാണ്. പക്ഷേ ബി ജെ പി പ്രധാനമായും ലക്ഷ്യം വച്ചത് ആം ആദ്മി പാർട്ടിക്കെതിരെ ഉയർന്ന അഴിമതികൾ തന്നെയായിരുന്നു. ഒരു ഭാഗത്ത് ആം ആദ്മി പാർട്ടിക്കെതിരെ കടുത്ത ഭരണവിരുദ്ധ വികാരം വരുന്നു, വലിയ അഴിമതികളിൽ അവർ കുടുങ്ങുന്നു. രണ്ടാമത് കോൺഗ്രസിന് കാര്യമായ സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞില്ല. പിന്നീട് കേന്ദ്ര സർക്കാർ മോദിയുടെ കീഴിൽ വലിയ വികസന നേട്ടങ്ങൾ കൊണ്ടുവരും എന്നുള്ള ബി ജെ പി പ്രചാരണം. ഈ മൂന്ന് ഘടകങ്ങളിലും ഊന്നി അതോടൊപ്പം ഗ്രൗണ്ട് റിയാലിറ്റി എന്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടുള്ള പ്രവർത്തനം തന്നെയായിരുന്നില്ലേ ബി ജെ പി കാഴ്ചവെച്ചത്? തീർച്ചയായും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി ഗ്രൗണ്ട് റിയാലിറ്റി മനസ്സിലാക്കിക്കൊണ്ടാണ് ബി ജെ പിയുടെ പ്രവർത്തനം ഉണ്ടായിട്ടുള്ളത്. ഞങ്ങൾക്ക് കഴിഞ്ഞ 2 നിയമസഭാ തെരഞ്ഞെടുപ്പിലും ബി ജെ പിക്ക് 3 സീറ്റും 8 സീറ്റും കിട്ടുമ്പോഴും ബി ജെ പി തോറ്റുകൊണ്ടിരിക്കുന്ന മാർജിൻ എന്ന് പറഞ്ഞാൽ 1000-നും 1500 വോട്ടിനും ഇടയിലാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് കോൺഗ്രസിന്റെ തകർച്ച അതിന് വലിയൊരു ഘടകമായിട്ടുണ്ട്. ഇപ്പൊ വസന്ത് പറഞ്ഞതുപോലെ കോൺഗ്രസിനകത്ത് പാർലമെന്റ് ഇലക്ഷനിൽ പോലും മാക്സിമം കിട്ടിയ വോട്ടിംഗ് പെർസെന്റേജ് എന്ന് പറഞ്ഞാൽ 18% വോട്ടാണ്. ഇപ്പോഴും കോൺഗ്രസിന് ആ പ്രൗഢിയിലേക്ക് ഉയരാൻ സാധിച്ചിട്ടില്ല. കോൺഗ്രസ് ഏതെങ്കിലും രീതിയിൽ ചെറിയൊരു വേരിയേഷൻ ഉണ്ടാക്കിയാൽ പോലും, ഹൈപ്പ് ഉണ്ടാക്കിയാൽ പോലും അത് ഗുണകരമായി മാറുക ബി ജെ പിക്കാണ്. ഇപ്പൊ ആപ്പിന്റെ ഒരു പശ്ചാത്തലം നമുക്കറിയാം. അദ്ദേഹം നേരത്തെ അരുൺ ജെയ്റ്റ്ലിയും സുഷമ സ്വരാജും ഒക്കെയാണ് ആപ്പിന്റെ പിറവിക്ക് കാരണമായി എന്നൊരു വിഡിത്തരം പറഞ്ഞു. അതിനകത്തുള്ള സത്യസന്ധമായിട്ടുള്ള കാര്യം നമ്മളൊന്ന് മനസ്സിലാക്കണം. എന്താണ് ഉണ്ടായത്? അന്ന് UPS സർക്കാരിന്റെ 2G സ്പെക്ട്രത്തിന്റെയും കൽക്കരി കുംഭകോണം അടക്കം ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയുടെ അഴിമതി കൊണ്ട് ഡൽഹി വലിയ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുകയാണ്. അത് പബ്ലിക് പ്രക്ഷോഭമായിരുന്നു. ആ രാംലീല മൈതാനത്തെ പ്രക്ഷോഭത്തിനകത്ത് അണ്ണാ ഹസാരെയാണ് നേതൃത്വം കൊടുക്കുന്നത്. അന്ന് നമ്മുടെ അണ്ണാ ഹസാരെയും അതുപോലെ തന്നെ പതഞ്ജലിയുടെ നമ്മുടെ ബാബ രാംദേവും അങ്ങനെ അന്ന് അരവിന്ദ് കെജ്രിവാൾ ആം ആദ്മി പാർട്ടി ഉണ്ടാക്കിയിട്ടില്ല. അങ്ങനെയുള്ള ഒരു പബ്ലിക് പ്രക്ഷോഭത്തിനാണ് ഈ ജെയ്റ്റ്ലിയും അതുപോലെ സുഷമ സ്വരാജും ഒക്കെ അതിനെയാണ് അഭിസംബോധന ചെയ്തുകൊണ്ട് ജനങ്ങളുടെ വിഷയത്തെയാണ് അഭിസംബോധന ചെയ്യുന്നത്. അല്ലാതെ ആം ആദ്മി പാർട്ടി ഉണ്ടാക്കി കൊടുത്തത് ബി ജെ പി അല്ല. അത് നിങ്ങൾ മനസ്സിലാക്കുക. ആദ്യമായിട്ട് ആം ആദ്മി പാർട്ടി അധികാരത്തിൽ വരാൻ ഉള്ള പിന്തുണ കൊടുത്തത് കോൺഗ്രസ്സുകാരാണ്. അപ്പൊ അത് മറച്ചു വെച്ചുകൊണ്ട് ഇങ്ങനെ നമ്മൾ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കരുത് വസന്തേ. അപ്പൊ അതുകൊണ്ട് അതൊരു ഒന്നാമത്തെ കാര്യം. ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ട് ഞങ്ങളുടെ സ്ട്രാറ്റജി ഈ ആപ്പ് സർക്കാരിന്റെ 15 വർഷം കൊണ്ട് അവരുണ്ടാക്കിയിട്ടുള്ള അഴിമതി തന്നെയാണ്. അഴിമതിക്കൊക്കെ ജനങ്ങൾക്കിടയിൽ വലിയ രീതിയിലുള്ള എതിർപ്പുകളുണ്ട്. അതോടൊപ്പം തന്നെ അവരുടെ പാർട്ടിക്കുള്ളിൽ തന്നെ ഇപ്പൊ നിങ്ങൾ കണ്ടല്ലോ, 9ഓളം MLA-മാർ അവസാന നിമിഷം ആം ആദ്മി പാർട്ടിയുടെ നയങ്ങളിൽ അവരതിനെതിരെ പ്രതികരിച്ചുകൊണ്ട് രാജിവെച്ച് ബി ജെ പിയിൽ ചേർന്നു. ആപ്പിന്റെ MP-മാർ ബി ജെ പിയിൽ ചേരുന്നു. സ്വാഭാവികമായിട്ട് കെജ്രിവാൾ എന്ന് പറയുന്നത് കപട രാഷ്ട്രീയക്കാരനാണെന്ന് ജനങ്ങൾ തെളിഞ്ഞു. അദ്ദേഹം കെജ്രിവാളിന്റെ തുടക്കത്തിൽ അദ്ദേഹം ദേശീയത പറഞ്ഞു. കെജ്രിവാളിന്റെ തുടക്കത്തിൽ അഴിമതിക്കെതിരെ പറഞ്ഞു. പിന്നീട് നമ്മൾ കാണുന്നത് കെജ്രിവാളിന്റെ യഥാർത്ഥ മുഖം ജനങ്ങൾക്ക് ബോധ്യമാകും. അവിടെയാണ് കെജ്രിവാളിന്റെ തകർച്ച തുടങ്ങുന്നത്. അപ്പോഴും കെജ്രിവാളിനെ പൊക്കിപ്പിടിച്ചതാണ് ഈ കോൺഗ്രസ്സുകാരും UPA സർക്കാരുമാണ് കെജ്രിവാളിന്. ഞാൻ പറഞ്ഞത് കെജ്രിവാളിനെ ഓൾ ഓവർ ഇന്ത്യയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഹൈപ്പ് കൊടുത്തത് കോൺഗ്രസ്സുകാരും UPA-യുമാണ്, സർക്കാരുമായിരുന്നു. അല്ലെങ്കിൽ ശരി പ്രിന്റു.